നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിവേകേ, എന്തുപറ്റി? ആരതി, എന്താണ്? അതെന്റെ ഏട്ടൻ വരുന്നുണ്ട്. തന്റെ ഏട്ടനോ? ആ അതെ, ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ ഇങ്ങോട്ട് വരാന്ന്. നമ്മള് രണ്ടുപേരെയും കാണണമെന്ന്. എടോ, താൻ സത്യം തന്നെയല്ലേ പറയുന്നേ? അതെ വിവേക്, നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാ ഏട്ടൻ വരുന്നേ. എനിക്ക് സന്തോഷായി വിവേക്. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ നിന്റെ ഏട്ടൻ പോയത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ഞാൻ ചതിച്ചു എന്നവർക്ക് തോന്നിയതുകൊണ്ടല്ലേ? എടോ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ, അവരുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഒരിക്കലും അവര് നിന്നെ തേടി വരുമെന്ന്. ഇപ്പൊ വിശ്വാസായില്ലേ? വിശ്വാസായി. വിഷു വരാൻ പോവല്ലേ, അതായിരിക്കും ഏട്ടൻ വരാൻ തീരുമാനിച്ചത്. അല്ല, ഏട്ടൻ വരുന്നതിന്റെ സന്തോഷമൊക്കെ ഓക്കെ. ഇനി പണ്ട് ഭീഷണിപ്പെടുത്തിയതുപോലെ എന്നെ കൊല്ലാനായിരിക്കും വരുന്നേ? ഏയ്, അതൊന്നുമല്ല. ഏട്ടനും അമ്മയും അച്ഛനും ഒക്കെ എല്ലാം പുറത്തതല്ലേ. അവർക്ക് എന്നോടങ്ങനെ വഴക്കിടാനൊന്നും പറ്റില്ല. അങ്ങനെയായിരുന്നു ഞങ്ങള് കഴിഞ്ഞിരുന്നത്. ഞാനൊന്ന് പറഞ്ഞില്ലേ? ആ, എന്തായാലും ഏട്ടൻ വരുന്നു എന്ന് കേട്ടപ്പോ തന്റെ ഈ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. ഒരു പെണ്ണിന്റെ മുഖത്ത് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് അവള് മനസ്സറിഞ്ഞ് സന്തോഷിക്കുമ്പോഴാണ്. എന്താ ഇപ്പൊ ഏട്ടൻ വരുമ്പോ കൊടുക്ക? അവരെത്ര പേരുണ്ടാവും അറിയില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? എടോ, ടെൻഷനൊന്നും വേണ്ട, താനൊന്ന് റെഡി ആയതല്ലേ. നമുക്ക് പുറത്തിറങ്ങി എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചിട്ട് വരാം. ഞാനില്ല, വിവേക് പോയാ മതി. നമ്മള് രണ്ടുപേരും കൂടി പോകുമ്പോഴാണ് അവര് വരുന്നെങ്കിലോ? ഓ, അത് ശരിയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, താനൊരു ലിസ്റ്റ് എഴുതിക്കോ. ആങ്ങള സ്പെഷ്യൽ. ഞാൻ പോയിട്ട് വരാം. ശരി, ഞാനൊരു പേപ്പറും പേനയും എടുക്കട്ടെ. പേനയും പേപ്പറും എടുക്കാൻ എന്തിനാണോ ഡ്രസ്സ് തപ്പുന്നേ? ഓ, ഞാനത് മറന്നു. എടോ, ഏട്ടനാ വരുന്നേ, അല്ലാതെ മഹാരാജാവൊന്നുമല്ല താനിങ്ങനെ വെപ്രാളം പിടിച്ച് ഓടി കിടക്കാൻ. എനിക്ക് മഹാരാജാവ് തന്നെയാ. എന്നോട് പുറത്തിട്ട് എന്റെ ഏട്ടൻ വരുമ്പോ എനിക്ക് രാജകീയമായി തന്നെ സ്വീകരിക്കണം. ഏട്ടനും ബന്ധുക്കളും എല്ലാരും വന്നു കഴിയുമ്പോ എന്നെ ഒറ്റപ്പെടുത്തി കളയില്ല കേട്ടോ. എന്താ വിവേക്? ഞാൻ ചുമ്മാ പറഞ്ഞതാ, അവര് വരട്ടെ. ഇനിയിപ്പോ എന്നോടൽപ്പം മുഖം കറുത്ത് പെരുമാറിയാലും കുഴപ്പമില്ല. തന്റെ ഈ സങ്കടങ്ങൾ തീർന്നാ മതി. താനും നോക്കാം, ഞാൻ വരാം. ഹലോ, ഞാൻ പുറത്താ. സാരി നോക്കാനായിരുന്നു. സാരിയുടെ സെഷൻ അപ്പുറത്താ. അവിടെയാണ്. എന്താ മാഡം, എന്ത് വേണം? സാരി നോക്കാനാ. നോക്കിക്കോ, കാണിച്ചു തരാം. ഇതൊക്കെ പുതിയ മോഡൽസാ മാഡം. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ സാറിന് അങ്ങോട്ട് വാ. എടോ, ഡ്രസ്സൊക്കെ താൻ സെലക്ട് ചെയ്താ പോരെ? ആരതിക്കും വിവേകിന് എന്താ സൂട്ടാവുന്ന തനിക്കറിഞ്ഞൂടെ? സാറ് വാ, നമുക്കൊന്നിച്ച് സെലക്ട് ചെയ്യാം. ശരി, വാ. ഈ മജന്ത കൊള്ളാവോ? മജന്തയോ? അതെന്താ സംഭവം?
ഈ കളറ്. ആ ഇതാരതിക്ക് ചേരുവോ? ഹ്, എടോ ഞാൻ പറഞ്ഞതല്ലേ, നമുക്ക് അവര് രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്കാം. അവരുടെ ഇഷ്ടത്തിന് അവരെ സെലക്ട് ചെയ്യില്ലേ? അങ്ങനെയാണോ ഒരു കൂട്ടർക്ക് വിഷു കൈനീട്ടം കൊണ്ട് കൊടുക്കുന്നത്? ആ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. സാറ് പറ, ദേ ഈ മജന്തയാണോ അതോ ആ വാടാമല്ലി കളറാണോ ആരതിക്ക് ചേരുക? അല്ല, അതിന് വാടാമല്ലിയുടെ കളർ എന്താ എനിക്കറിയില്ല. സാറേ ദേ വാടാമല്ലി. ആ ഓഹോ, ഓ ഇതായിരുന്നു. ഇതാ ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാലേ ഒരു വല്ലാത്ത പണി തന്നെയാ. ആ, പെണ്ണുങ്ങൾ എടുക്കുന്ന പണിയും വല്ലാത്ത പണിയാ. അതാലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദേ ഇവരെ കണ്ടോ, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇവിടെ ജോലി ചെയ്യും. എന്നിട്ട് നേരെ വീട്ടിൽ തിരിച്ചു പോയിട്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം, അല്ലേ ചേച്ചി? ആ അത് തന്നെ. ആ, എന്നിട്ട് നിങ്ങൾ ആണുങ്ങൾ എന്താ പറയാ? ഈ വീട്ടില് പ്രത്യേകിച്ച് എന്താ പണി, അത് ചെയ്യുന്നതിൽ എന്താ എത്ര പറയാനുള്ള എന്നല്ലേ? അയ്യോ മതി മതി, ഇവിടുന്ന് താൻ മൊത്തം പെണ്ണുങ്ങളെ സംഘടിപ്പിക്കല്ലേ. ഈ ഫ്ലോറിൽ ഒരുപാട് പേരുണ്ട്, എല്ലാരും കൂടെ വന്ന് എതിർത്ത് നിന്നാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെങ്ങളെ തെറ്റിദ്ധരിക്കണ്ട, ഞാനേ അത്യാവശ്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ, അത് കൊടുക്കാറുമുണ്ട്. ആ, അതൊക്കെ സത്യാട്ടോ. ആ എന്നാലേ നമുക്ക് ഇതെടുത്താലോ? ഓക്കെ, ഇത് ഫിക്സ്. ഓക്കെ. എന്നാ പിന്നെ ഞാനിതെടുക്കട്ടെ. എടുക്കാം. അവല അപ്പൊ ഇനി വിവേകിനില്ലേ? മെൻ സെക്ഷൻ ഫസ്റ്റ് ഫ്ലോർ ആണ് സർ. ഫസ്റ്റ് ഫ്ലോർ. ആ നോക്കാം, വാ പോവാം. സർ എന്താ? അല്ല, ഇത് ഞാൻ എടുത്തോട്ടെ? എടുത്തോ, അതിനെന്തിനാ പ്രത്യേകിച്ച് ചോദിക്കുന്നത്? എടുത്തോ. ഇതിന് കുറച്ച് വില കൂടുതലാ, ഒരു 24,000 രൂപ. എടോ 24, എടോ ഈ ടെക്സ്റ്റൈൽസിനകത്തായതുകൊണ്ടാ ഇല്ലിപ്പൊ ഞാൻ ചാടി തുള്ളിയനെ. എന്റെ പൊന്നു പെങ്ങളെ, ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി സാരി എടുക്കാൻ പറഞ്ഞാല് 1,500 രൂപയിൽ താഴെയുള്ള സാരി മാത്രമേ സെലക്ട് ചെയ്യുന്ന വാശി പിടിക്കുന്ന ആള് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നേ. എടോ താൻ വിലയൊന്നും നോക്കണ്ട, ആ വിലയിലോ അതിന് മുകളിലോ ഒരു 10 എണ്ണം ഒന്നിച്ചെടുക്കും. എടുക്കട്ടെ മാഡം. ആഹാ, കേക്കാൻ നിന്നതല്ലേ?